പുട്ടുണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പുട്ടുണ്ടാക്കിയല്ലോ, ഒരു എഗ് പുട്ട്. വളരെ എളുപ്പവും നല്ല ടേസ്റ്റുമുള്ള ഒരു ഐറ്റമാണ് എഗ്ഗ് പുട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ സമയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല കളർഫുള്ളുമാണ് കേട്ടോ. ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്ത് ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി കൂട്ടി മിക്സ് ചെയ്യുക. നന്നായി പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. ഇത് നമ്മൾ അരി കുതിർത്തെടുത്ത് മിക്സിയിൽ പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ. മാർക്കറ്റിലിപ്പം ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാവുന്ന പൊടി അവൈലബിൾ ആണ്. നല്ല പോലെ ഇങ്ങനെ നനച്ച് നമുക്ക് പിടിക്കാൻ കിട്ടണം. അങ്ങനെ ഒരു ഇങ്ങനെ പിടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ച് പൊട്ടാൻ പാടില്ല. ഇതിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി പരന്ന പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എല്ലായിടവും ഒരുപോലെ നനഞ്ഞിട്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ പിടിച്ചാൽ കിട്ടും, അവിടെ നിൽക്കുന്നുണ്ട്. ആ പാകത്തിലുണ്ടായിരിക്കണം. ഇത് നമ്മൾ നനച്ചവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം പിന്നെയും കുറയും. അപ്പോൾ നമ്മൾ ചുടാതെ എടുത്ത് ഒന്നും കൂടി ഒന്ന് വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് വേണം ഇതിലിടാൻ വേണ്ടിയിട്ട്. ഇന്നുണ്ടാക്കുന്ന എഗ്ഗ് പുട്ടാണല്ലോ. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം. മുട്ട ഒരു നുള്ളു ഉപ്പിട്ട് നന്നായി ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളകും കൂടി വഴറ്റാനിടാം. വേഗം വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് വെക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത ഒരു ടൊമാറ്റോ കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ടൊമാറ്റോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് ഇടണമെന്നില്ല. ഇത് എഗ് ബുർജി പോലെ ഉണ്ടാവും. അത് നാളികേരം ഇടുന്നില്ല എന്നേ ഉള്ളൂ. നാളികേരം പക്ഷേ നമ്മൾ വേറെ ഇടുന്നുണ്ട്. ഇതിപ്പം പുറം നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നാളികേരം കിട്ടാൻ ബുദ്ധിമുട്ട് വരും. തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ മിക്സ് ഉണ്ടാക്കിയിട്ട്, പിന്നെ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് വെജിറ്റബിൾ മിക്സ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കാം. അല്ല എഗ്ഗ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എഗ്ഗിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാം. തേങ്ങ എണ്ണ നിർബന്ധമില്ല. തക്കാളി പാകമായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനാണ്, എത്രയാണോ എരിവിന് വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കാം. നന്നായി ചിക്കിപ്പറ്റും. അങ്ങനെയെല്ലാം നന്നായി ചിക്കിപ്പരത്തി കഴിക്കും. ഇതിലേക്ക് ഒരു ഇല കറിവേപ്പില ഇടാം. ഇപ്പം നമ്മുടെ കൂട്ട് റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് തീ കൊടുക്കും. കുഴച്ച് വെച്ച പൊടി കണ്ടോ കുറച്ച് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി ഇതിനകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുത്ത് നമ്മുടെ പുട്ടുപാത്രത്തിലേക്ക്. ഇതാണ് നമ്മുടെ പുട്ടുപാത്രം. ഇനി നമുക്ക് പുട്ട് കുറ്റി നിറയ്ക്കാം. ആദ്യം കുറച്ച് നാളികേരം ഓപ്ഷണലാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടക്കൂട്ട് ഇട്ട് കൊടുക്കാം. നാളികേരം വേണമെന്നില്ല, പക്ഷെ എന്നാൽ മലയാളിയല്ലേ, നാളികേരം കുറച്ച് ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഇനി ഇതിട്ട് കൊടുക്കാം. ഈ കൂട്ടിൻ്റെ നനവ് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നനവ് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം.
നമുക്ക് ഈ മുട്ടക്കോട്ടെടുക്കാം. നല്ല കളർഫുള്ളല്ലേ? ഇതിൽ വേണമെങ്കിൽ കുറച്ച് നാളികേരം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് നമ്മുടെ കുക്കറിന് ആവി വരാൻ തുടങ്ങി. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ്, 3 to 4 മിനിറ്റ്സ് ആവി വരട്ടെ. സ്റ്റീം വരാൻ തുടങ്ങി. ഈ സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് 3 മിനിറ്റ്സ് വെക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാനേ കുറച്ച് പഴം നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മെല്ലെ എടുക്കാം. അടുപ്പ് മാറ്റി പ്ലേറ്റിലേക്ക് ഇടാം. ഇതാണ് ഇതിൻ്റെ ശരിയായ ഭാഗം. ഹായ്, എന്തൊരു ഭംഗിയല്ലേ പുട്ട് കാണാൻ. നല്ല ടേസ്റ്റ് വേണം കേട്ടോ. ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കണേ. എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ.